1940 നവംബർ 27 അമേരിക്കയിലെ ചൈന ടൗണിലുള്ള ജാക്സൺ സ്ട്രീറ്റ് ഹോസ്പിറ്റലിൽ ചൈനീസ് ദമ്പതികളായ ലീഹോയ് ചുവന്റെയും ഗ്രേസിന്റെയും മകനായാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. അസാധാരണമാംവിധം മുഖകാന്തിയും ഊർജ്ജസ്വലതയുമുള്ള ആ കുഞ്ഞിന് ആശുപത്രിയിലെ ഡോക്ടർ മേരി ഗ്ലോവർ തന്നെ ഒരു പേരിട്ടു, ബ്രൂസ് ലീ. അധികം വൈകും മുമ്പേ ജന്മനാടായ ഹോങ്കോങ്ങിലേക്ക് മടങ്ങാൻ ആ ദമ്പതികൾ തീരുമാനിച്ചു. അങ്ങനെ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞു ബ്രൂസിനെയും കൊണ്ട് അവൻ്റെ അച്ഛനമ്മമാർ ഹോങ്കോങ്ങിലെത്തി. സാംസ്കാരികവും സാമ്പത്തികവുമായി ഔന്നത്യമുള്ള കുടുംബത്തിലായിരുന്നു ബ്രൂസ് വളർന്നത്. ശാന്തനായി ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല കുഞ്ഞു ബ്രൂസ്. അവൻ്റെ വികൃതി തരങ്ങൾ തന്നെയാണ് അവനെ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും പ്രിയങ്കരനാക്കി മാറ്റിയത്. 12 വയസ്സായതോടെ വീടിന് സമീപമുള്ള ലാസല്ലെ കോളേജിൽ ബ്രൂസ് ചേർന്നു. എന്നാൽ അവൻ്റെ ശ്രദ്ധ പഠനത്തിലായിരുന്നില്ല. പലപ്പോഴും വീട്ടിൽ നിന്നും ഇറങ്ങി സ്കൂളിലേക്ക് പോയിരുന്ന അവൻ ക്ലാസ്സിൽ കയറാതെ സ്കൂളിൻ്റെ ഇടനാഴികളിലും ഹോങ്കോങ്ങിൻ്റെ തെരുവുകളിലും അടിപിടി കൂടി നടന്നു. അങ്ങനെ അവന് ധാരാളം സുഹൃത്തുക്കളെയും ലഭിച്ചു. കൂട്ടത്തിലെ മുതിർന്ന സുഹൃത്തായ വില്യം ചുങ്ങിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ബ്രൂസ് ചൈനീസ് പരമ്പരാഗത ആയോധന ശൈലി അഭ്യസിക്കാൻ തുടങ്ങി. നിരവധി ശിഷ്യരുള്ള ഇപ്മാനായിരുന്നു ബ്രൂസ് ലീയുടെ ഗുരു. വെറും 13 വയസ്സുള്ള ബ്രൂസ് മാസ്റ്റർ ഇപ്മാനു കീഴിൽ വിങ് ചുൻ കുംഫു അഭ്യസിക്കാൻ തുടങ്ങി. ഗുരു നൽകിയ ഓരോ നിർദ്ദേശവും ബ്രൂസ് ക്ഷമയോടെ ഗ്രഹിച്ചു. അദ്ദേഹത്തിൽ നിന്നും പഠിച്ച അടികളും തൊഴികളും തിരികെ വീട്ടിലെത്തി ഗൃഹോപകരണങ്ങൾക്കുമേൽ പ്രയോഗിക്കുക ബ്രൂസ് ഒരു ശീലമാക്കി. 15-ാം വയസ്സിൽ ചാച്ചാ നൃത്തം അഭ്യസിക്കാനും തുടങ്ങി. അപ്പോഴും തെരുവ് പോരാട്ടത്തിൽ ബ്രൂസ് സജീവമായി പങ്കുകൊണ്ടു. പിച്ചാത്തിയും ഉരുക്കുചങ്ങലയും മറ്റും ബ്രൂസ് സ്ഥിരമായി കയ്യിൽ കരുതാറുണ്ടായിരുന്നെങ്കിലും അവ ഒരിക്കൽ പോലും ഉപയോഗിച്ചിരുന്നില്ല. വെറും കൈയായിരുന്നു ബ്രൂസിന്റെ പ്രധാന ആയുധം. എന്നാൽ ബ്രൂസിന്റെ മാതാപിതാക്കൾ അവനെയോർത്ത് എന്നും വ്യാകുലതപ്പെടാറുണ്ടായിരുന്നു. അവനിങ്ങനെ തെരുവിൽ അടിപിടികൂടി നടക്കുന്നതിൽ അവർ എന്നും ദുഃഖിച്ചു. ഇങ്ങനെ പോയാൽ തൻ്റെ മകന്റെ ഭാവി എന്തായി തീരുമെന്ന് അവർ ആശങ്കപ്പെട്ടു. അങ്ങനെ ഇരിക്കെയാണ് 1958 സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബ്രൂസ് ചാമ്പ്യനാകുന്നത്. ബ്രൂസിന്റെ ഇടികൊണ്ട് തോറ്റ ബ്രിട്ടീഷ് വിദ്യാർത്ഥി ഗാരി എംസ് തെരുവിൽ ഏറ്റുമുട്ടാൻ ബ്രൂസിനെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി സ്വീകരിച്ചു പോയ ബ്രൂസ് തുടർച്ചയായ സ്ട്രൈറ്റ് പഞ്ചുകളുടെയും കിക്കുകളിലൂടെയും അയാളുടെ മുഖമിടിച്ച് വികൃതമാക്കി. എന്നാൽ കാര്യങ്ങൾ വഷളായി. ഇടികൊണ്ട പയ്യന്റെ വീട്ടുകാർ പോലീസിൽ കേസ് കൊടുത്തു. ഈ ഒരു സംഭവം കൂടി ആയതോടെ ഗ്രേസിന്റെ ക്ഷമ നശിച്ചു. "നീ കോളേജിലല്ല, ജയിലിലാണ് പോകേണ്ടത്" എന്ന് പറഞ്ഞ് അവൾ ബ്രൂസിനെ ശകാരിച്ചു. ഇനിയും ബ്രൂസ് ഹോങ്കോങ്ങിൽ നിന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനെ അവൻ്റെ ജന്മദേശമായ അമേരിക്കയിലേക്ക് അയക്കാൻ ആ മാതാപിതാക്കൾ തിടുക്കം കാട്ടി. അങ്ങനെ 1959 ഏപ്രിൽ മാസത്തിൽ ബ്രൂസ് അമേരിക്കയിലേക്കുള്ള കപ്പലിൽ കയറി. അമ്മ നൽകിയ $100 പിതാവ് നൽകിയ $15 മാത്രമേ അവൻ്റെ കൈവശമുണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ ബ്രൂസ് ലീ തൻ്റെ ജന്മദേശമായ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് എത്തി. 19 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു നനുത്ത പ്രഭാതത്തിൽ ഗ്രേസ് ലീ തൻ്റെ പുത്രന് പ്രവചന രൂപേണ പുനരാഗമനം എന്നർത്ഥം വരുന്ന ജൂൻഫാൻ എന്ന പേര് നൽകിയത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുകയായിരുന്നു. ഇവിടുന്നങ്ങോട്ട് ബ്രൂസ് ലീ എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. അമേരിക്കയിലെത്തിയ ബ്രൂസിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ബ്രൂസ് നിരവധി ജോലികൾ ചെയ്തു. പഠനം പുനരാരംഭിച്ചു. തത്വശാസ്ത്രത്തിൽ ബിരുദം സമ്പാദിച്ചു. അപ്പോഴും തൻ്റെ ജീവാത്മാവായ കുംഫുവിൻ്റെ പരിശീലനം ബ്രൂസ് മുടക്കിയില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ബ്രൂസ് കുംഫു പരിശീലനത്തിൽ മുഴുകി. എന്നാൽ കാലം ആ യുവാവിൻ്റെ വ്യക്തിത്വത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ തക്ക ശേഷിയുള്ള ഒരു പ്രതിസന്ധി കാത്തുവച്ചിരുന്നു. ബ്രൂസ് ലീ തൻ്റെ ആയോധന കലയെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. ജോലികളിൽ നിന്നുമുള്ള ഒഴിവു സമയങ്ങളിൽ ബ്രൂസ് അമേരിക്കയുടെ പല ഭാഗങ്ങളിലും, അതായത് സിയാറ്റിലിൻ പോലുള്ള നഗരത്തിൽ കുംഫു പ്രകടനം നടത്താൻ തുടങ്ങിയതോടെ ആളുകൾക്ക് അതൊരു അത്ഭുതമായി തോന്നി. അങ്ങനെ നാടെങ്ങും ബ്രൂസ് അറിയപ്പെടാൻ തുടങ്ങി. കൂടുതൽ ആളുകൾ ബ്രൂസിൽ നിന്നും ശിഷ്യത്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു. കൂടുതൽ ശിഷ്യന്മാരെ സ്വന്തമാക്കാനും പണം സമ്പാദിക്കാനുമായി നഗരപ്രാന്തങ്ങളിൽ കുംഫു അവതരണം നടത്തുക ബ്രൂസ് ഒരു ശീലമാക്കി. കൂടുതൽ പ്രവൃത്തി, കുറച്ച് സംസാരം എന്നതായിരുന്നു ബ്രൂസിന്റെ നയം. അതുകൊണ്ട് തന്നെ പരിശീലന സമയത്ത് പൂർണ്ണമായ ഏകാഗ്രത ബ്രൂസ് തൻ്റെ ശിഷ്യരിൽ നിന്നും ആവശ്യപ്പെട്ടു. അതിൽ വീഴ്ച സംഭവിക്കുമ്പോഴൊക്കെ ബ്രൂസ് ശുഭിതനാവുകയും ചെയ്തു. ബ്രൂസ് തൻ്റെ ശിഷ്യന്മാരോട് പലപ്പോഴും പറഞ്ഞു, ജന്മസിദ്ധമായ കഴിവ് എല്ലാവരിലുമുണ്ട്, പക്ഷേ അത് തിരിച്ചറിയണമെന്ന് മാത്രം.
സമപ്രായക്കാരായ യുവാക്കളുടെ മനോവിചാരങ്ങളോ പെരുമാറ്റ രീതിയോ ആയിരുന്നില്ല ബ്രൂസിൻ്റേത്. മൗലിക ആശയങ്ങളാൽ സമ്പന്നമായിരുന്നു ആ മനസ്സ്. ബ്രൂസിൻ്റെ സ്വഭാവം നിമിഷങ്ങൾക്കുള്ളിൽ മാറി മറിയുന്നതായി പരിചിതർ മനസ്സിലാക്കി. ചിലപ്പോൾ ക്രൂര വിനോദങ്ങളിൽ രസം കണ്ടെത്തുന്ന വികൃതി പയ്യനായി ബ്രൂസ് കാണപ്പെട്ടു. തൊട്ടടുത്ത നിമിഷം സെൻ ബുദ്ധിസത്തെയും താവോയിസത്തെയും പറ്റി ഗഹനമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ജ്ഞാനിയെപ്പോലെയും. താൻ സംസാരിക്കുന്ന വ്യക്തിയുടെ മാനസിക തലത്തിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാറാൻ ബ്രൂസിന് കഴിയുമായിരുന്നു. അതിനാൽ ബ്രൂസിൻ്റെ സുഹൃത്തുക്കളുടെ എണ്ണം അനുദിനം പെരുകി. എങ്കിലും ഹോങ്കോങ്ങിലേത് പോലെ തന്നെ സിയാറ്റിലും നിരവധി ശത്രുക്കളെ സമ്പാദിക്കാൻ ബ്രൂസിനായി. വളരെ പെട്ടെന്ന് തന്നെ വികാര വിശുദ്ധനായി മാറുന്ന ബ്രൂസിന് തിന്മകൾ കണ്ടാൽ സ്വയം നിയന്ത്രണം നഷ്ടമാകും. ഈ വിധം ക്ഷിപ്രകോപിയായ ആയോധനാകലാ വിദഗ്ധൻ എന്ന് നാടകം ബ്രൂസ് അറിയപ്പെടുമ്പോഴും ആ മനസ്സിലൂടെ ഒരു ഇരുണ്ട ധാര ഒഴുകിയിരുന്നു. ബ്രൂസിലി എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരു ശക്തി പ്രവാഹം. ആ മനസ്സ് ആശയ സംഘടനത്താലും വികാര വേലിയേറ്റങ്ങളാലും ഒരു യുദ്ധഭൂമിയായി മാറുകയായിരുന്നു. അഭൂതപൂർവമായ വിലക്ഷണ ചിന്തകൾ ബ്രൂസിനെ നയിക്കാൻ തുടങ്ങി. അധികം വൈകും മുമ്പേ ബ്രൂസിന്റെ വ്യക്തിത്വത്തെയാകെ സ്വാധീനിച്ച ഒരു സംഭവം അരങ്ങേറി. ഒരു നാൾ അർദ്ധരാത്രിയിൽ ഒരു ഭീകര സത്വവുമായി ബ്രൂസ് സംഘട്ടനത്തിലേർപ്പെട്ടു. താൻ താമസിക്കുന്ന റെസ്റ്റോറന്റ് മന്ദിരത്തിന്റെ 3ാമത്തെ നിലയിലുള്ള ചെറിയ മുറിയിൽ ബ്രൂസ് നടത്തിയ ഈ ഏറ്റുമുട്ടൽ ഏതാനും മിനിറ്റുകൾ നീണ്ടുനിന്നു. തന്നെ ആക്രമിക്കാനെത്തിയ ആ പ്രതിയോഗിയെ ഏറെ പണിപ്പെട്ടാണ് ബ്രൂസ് നേരിട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊരു എതിരാളി അവിടെ ഉണ്ടായിരുന്നില്ല. ബ്രൂസ് പോരാടിയത് ഒരു മിഥ്യാ പ്രതിയോഗിയുമായിട്ടായിരുന്നു, ഒരു സാങ്കല്പിക നിഴൽ രൂപവുമായി. ഒടുവിൽ മോഹാലസ്യപ്പെട്ട് ബ്രൂസ് നിലം പതിച്ചു. ആ ശരീരമാകെ വിയർത്ത് കുളിച്ചിരുന്നു. ബ്രൂസിന്റെ ജീവിതത്തിൽ അത്തരമൊരു അനുഭവം മുൻപുണ്ടായിട്ടില്ല. ആ രാത്രി ബ്രൂസ് സംഘട്ടനത്തിലേർപ്പെട്ടത് പൈശാചിക ശക്തിയുമായോ പ്രേതവുമായോ ഒന്നുമായിരുന്നില്ല. ബ്രൂസ് തൻ്റെ പ്രതിരൂപവുമായി തന്നെയാണ് പോരാടിയത്. തൻ്റെ സ്വഭാവത്തിലെ ദൂഷ്യവശങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന ബ്രൂസിന് പക്ഷേ അതിന് കഴിഞ്ഞിരുന്നില്ല. ആ വ്യക്തിയിലെ നന്മയും തിന്മയും വർദ്ധിതമായ ഒരു വീറോടെ പരസ്പരം പോരാടുകയാണുണ്ടായത്. ബ്രൂസിനുള്ളിലെ അരക്ഷിത ബോധവും കോപവും പരമ്പരാഗത വിശ്വാസങ്ങളുടെയും കെട്ടുകഥകളുടെയും സ്മരണകളും ചേർന്ന് ഒരു സാങ്കല്പിക പ്രപഞ്ചം അവനു ചുറ്റും സൃഷ്ടിക്കുകയായിരുന്നു. കുങ്ഫുവിന്റെ പ്രചരണാർത്ഥം സിയാറ്റിലെങ്ങും പ്രദർശനങ്ങൾ നടത്തുക ബ്രൂസ് ഒരു ശീലമാക്കി. ചൈനീസ് ഫിലോസഫിയിൽ ഗസ്റ്റ് ലെക്ചർ നടത്താൻ ബ്രൂസ് സ്ഥിരമായി ഗാർഫീൽഡ് ഹൈസ്കൂളിൽ പോയിരുന്നു. വിദ്യാർത്ഥികളിൽ പലർക്കും കുങ്ഫുവിനെ പറ്റി മുൻപ് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് പരിചിതമായത് കരാട്ടെ ശൈലിയായിരുന്നു. അവർക്ക് മുന്നിൽ ബ്രൂസ് 1 ഇഞ്ച് പഞ്ച് എന്നൊരു സവിശേഷമായ പഞ്ച് ആദ്യമായി അവതരിപ്പിച്ചു. അപ്പോഴേക്കും ബ്രൂസും ലിൻഡയും തമ്മിൽ പിരിയാൻ പറ്റാത്ത വിധം അടുത്തിരുന്നു. 1964 ഓഗസ്റ്റ് 17-ാം തീയതി 24 വയസ്സുകാരൻ ബ്രൂസിലിയും 19 വയസ്സുകാരി ലിൻഡ എമറിയും വിവാഹിതരായി. ഈ ദമ്പതികൾക്ക് 2 കുട്ടികളാണുണ്ടായിരുന്നത്. ഇതിനോടകം തന്നെ ബ്രൂസ് തൻ്റെ കുംഫു വിദ്യാലയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു. ബ്രൂസിന്റെ അഭിപ്രായത്തിൽ കേവലം സാങ്കേതിക പരിജ്ഞാനം കുംഫുവിന്റെ തുടക്കം മാത്രമാണ്. ഈ ആയോധനാകലയിൽ പ്രാവീണ്യം നേടണമെങ്കിൽ അതിൻ്റെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങണം. 1964 ഡിസംബർ 3-ാം വാരം ബ്രൂസിലി പാശ്ചാത്യരെ ആയോധനാകല പഠിപ്പിക്കുന്നതിൽ അതൃപ്തി തോന്നിയ സാൻ ഫ്രാൻസിസ്കോയിലെ ചൈനീസ് വയോധികർ രംഗത്ത് വന്നു. ബ്രൂസ് വെള്ളക്കാരെ കുംഫു പഠിപ്പിക്കുന്നത് നിർത്തണം, അവർ പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? അവരും നമ്മെപ്പോലെ മനുഷ്യരല്ലേ, ബ്രൂസിലി മറുപടി പറഞ്ഞു. അത് അവരെ ക്ഷുഭിതരാക്കി. ഇതൊരു സംഘട്ടനത്തിലൂടെ അവസാനിപ്പിക്കാമെന്ന് അവർ പറഞ്ഞു. ഫൈറ്റിങ്ങിൽ തോൽക്കുന്ന ആൾ കുങ്ഫു വിദ്യാലയങ്ങൾ അടച്ചു പൂട്ടണമെന്നും അവർ പറഞ്ഞു. ബ്രൂസിലി സമ്മതം മൂളി. എത്രയും വേഗം വിദ്യാലയങ്ങൾ അടച്ചു പൂട്ടാൻ ഒരുങ്ങിയിരുന്നു നീ? നിനക്കെതിരെ വരുന്നത് വോങ് ജാക്മാനാ, അവർ ബ്രൂസിന് നേരെ ഒരു വെല്ലുവിളിയായി പറഞ്ഞുകൊണ്ട് പോയി. ഒടുവിൽ ഫൈറ്റിംഗ് ദിനം വന്നെത്തി. ഏറ്റുമുട്ടൽ കാണാനെത്തിയ ചൈന ടൗണിലെ മുതിർന്നയാളുകൾ തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു. പുറത്തുനിന്നും അധികമാർക്കും ആ പോരാട്ടം കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ദൃഢഗാത്രനായ വോങ് ജാക്മാൻ പ്രത്യക്ഷനായി. ഒടുങ്ങാത്ത വൈരമായിരുന്നു ജാക്മാന്റെ മുഖത്ത് നിറഞ്ഞു നിന്നത്. ബ്രൂസിന്റെ മുഖത്താകട്ടെ ജന്മനായുള്ള കുസൃതിയും. പോരാട്ടം ആരംഭിച്ചു. ശക്തവും വേഗതയേറിയതുമായിരുന്നു ആ ഫൈറ്റിംഗ്. പ്രതികാര ബുദ്ധിയോടെ 2 തുല്യശക്തികൾ മാരകമായി പോരാടുന്നത് ആകാംക്ഷയോടെ തന്നെ നോക്കിയിരുന്നു ആ വയോധികർ.
ബ്രൂസിന്റെ തുടർച്ചയായ സ്ട്രൈറ്റ് പഞ്ചുകൾക്ക് മുൻപിൽ ജാക്ക്മാൻ പകച്ചുപോയി. എങ്കിലും ബ്രൂസിന് മേൽ കനത്ത പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ അയാൾക്ക് സാധിച്ചു. അപ്പോഴും തളരാതെ പ്രതിയോഗിയെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിൽ തന്നെ ബ്രൂസ് തുടർന്നു. പോരാട്ടം മുറുകുന്തോറും ബ്രൂസിന്റെ ആവേശവും ഊർജവും വർദ്ധിക്കുകയാണ് ചെയ്തത്. അവശനായി മാറിയ ജാക്ക്മാൻ ഏറ്റുമുട്ടൽ പാതി വഴിയിൽ നിർത്താൻ അഭ്യർത്ഥിച്ചു. എന്നാൽ ബ്രൂസിനൊപ്പം ഉള്ളവർക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. ബ്രൂസ് നിർത്താതെ ജാക്ക്മാനെ ഇടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ താൻ തോൽവി സമ്മതിക്കുന്നുവെന്നും പോരാട്ടം നിർത്തണമെന്നുമുള്ള ജാക്ക്മാന്റെ ദീനരോധനം ഉയർന്നതോടെ ബ്രൂസ് ശാന്തനായി. അങ്ങനെ വോങ് ജാക്ക്മാനെ തല്ലി തോൽപ്പിച്ച് ബ്രൂസ് അവർക്ക് മറുപടി നൽകി. 1965 ബ്രൂസ് ലീ ദി ഗ്രീൻ ഹോർണറ്റ് എന്ന പരമ്പരയിൽ അഭിനയിച്ചു. അമേരിക്കൻ പ്രേക്ഷകരെ കുംഫു പരിചയപ്പെടുത്തും വിധമായിരുന്നു പരമ്പരയുടെ പ്രഥമ എപ്പിസോഡ്. ബ്രൂസ് ലീ എന്ന താരത്തിന്റെ ഉദയം ദി ഗ്രീൻ ഹോർണറ്റിലൂടെ അമേരിക്ക ദർശിക്കുകയായിരുന്നു. ഇതിനോടകം ബ്രൂസ് സ്വന്തമായൊരു ആയോധനകല രൂപപ്പെടുത്തിയെടുത്തു, ജീറ്റ് കുണ്ടോ. ബ്രൂസ് ലീ എന്ന 27കാരൻ ഒരു ആയോധനാകല ആചാര്യനായി മാറുകയായിരുന്നു. തുടർന്നങ്ങോട്ട് ബ്രൂസിന്റെ ദിനങ്ങളായിരുന്നു. താൻ നായകനായ ആദ്യ ചിത്രം ദി ബിഗ് ബോസ് 1971 പുറത്തിറങ്ങി. ചിത്രം വൻ ഹിറ്റായി മാറി. തുടർന്ന് ബ്രൂസ് ലീ ചിത്രങ്ങൾ നാടൊട്ടുക്കെ പരന്നു. ദി ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, വേ ഓഫ് ദി ഡ്രാഗൺ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ ബ്രൂസിന് താരപരിവേഷം നേടിക്കൊടുത്തു. ഇതിനോടകം തന്നെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ബ്രൂസ് ലീ ഉയർന്നിരുന്നു. ബ്രൂസിന്റെ ഉള്ളിൽ സ്വന്തമായൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ബ്രൂസ് തന്റെ ചിത്രത്തിന്റെ തിരക്കഥ എഴുതി. ചിത്രത്തിന് ഒരു പേരുമിട്ടു, ഗെയിം ഓഫ് ഡെത്ത്. സിനിമയിലെ ഏതാനും ഫൈറ്റ് രംഗങ്ങളും ബ്രൂസ് ഷൂട്ട് ചെയ്തു. അപ്പോഴാണ് ബ്രൂസിന് ഹോളിവുഡിൽ നിന്നുമുള്ള വിളി വരുന്നത്. വാർണർ ബ്രദേഴ്സ് ബ്രൂസിനെ നായകനാക്കി ഒരു അമേരിക്കൻ ചിത്രം ചെയ്യാൻ പോകുന്നു. അങ്ങനെ ബ്രൂസ് തന്റെ ഗെയിം ഓഫ് ഡെത്ത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പാതി വഴിയിൽ നിർത്തിവെച്ച് ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു. താൻ നായകനാകുന്ന ആദ്യ അമേരിക്കൻ ചിത്രമായ എൻ്റർ ദി ഡ്രാഗണിന്റെ ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും ബ്രൂസ് പൂർത്തിയാക്കി. തുടർന്ന് ചിത്രത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1973 ജൂലൈ 20 അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ബ്രൂസ്. ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി ഗെയിം ഓഫ് ഡെത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ റൈമണ്ട് ചോ ബ്രൂസിനെ കാണാനെത്തി. 4 മണിവരെ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ബ്രൂസും ചോയും ബെറ്റി ടിങ് പേയയുടെ വീട്ടിലെത്തി. ചിത്രത്തിൽ അവരുടെ കഥാപാത്രത്തെപ്പറ്റി വിശദീകരിച്ചു. അന്നു രാത്രി ജെയിംസ് ബോണ്ട് നടൻ ജോർജ് ലാസൻബെയുമായി മീറ്റിംഗ് ഉണ്ടെന്ന് ബ്രൂസിനെ ഓർമ്മിപ്പിച്ചതിനു ശേഷം ചോ യാത്ര പറഞ്ഞിറങ്ങി. അധികം വൈകും മുമ്പേ തനിക്ക് അസഹനീയമാം വിധം തലവേദനിക്കുന്നതായി ബ്രൂസ് ബെറ്റിയോട് പറഞ്ഞു. അവർ നൽകിയ ഇക്വാജസിക് എന്ന വേദന സംഹാരി കഴിച്ച ബ്രൂസ് അല്പസമയം വിശ്രമിക്കാനായി കട്ടിലിൽ കിടന്നു. സമയം രാത്രി 9 മണി. വിശ്രമിക്കുന്ന ബ്രൂസിനരികിലെത്തി ബെറ്റി അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം ബോധരഹിതനായി തന്നെ കിടന്നു. അവർ പരിഭ്രാന്തയായി. പെട്ടെന്ന് അവർ റൈമണ്ട് ചോയെ ഫോണിൽ വിളിച്ചു. താൻ എത്ര ശ്രമിച്ചിട്ടും ബ്രൂസ് ഉണരുന്നില്ലെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. ബെറ്റിയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തിയ ചോ കണ്ടത് ബെഡിൽ നിശ്ചലനായി കിടക്കുന്ന ബ്രൂസ് ലീയെയാണ്. കാത്തുനിൽക്കാൻ അവർക്കാകുമായിരുന്നില്ല. ഉടൻ തന്നെ അവർ ബ്രൂസിനെ ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഡോക്ടർമാർക്ക് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോഴേക്കും അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും വിട വാങ്ങിയിരുന്നു. ബ്രൂസിന്റെ സന്തോഷപൂർണമായ നിമിഷങ്ങളൊക്കെയും അമേരിക്കയിലെ സിയാറ്റിലായിരുന്നു. അദ്ദേഹത്തെ അവിടെ സംസ്കരിക്കാനാണ് കുടുംബാംഗങ്ങൾ തീരുമാനിച്ചത്. സിയാറ്റിലിലെ വ്യൂ സെമിത്തേരിയിൽ ബ്രൂസ് ലീക്കായി അന്ത്യവിശ്രമ സ്ഥാനമൊരുങ്ങി. സിയാറ്റിലിന്റെ മണ്ണിൽ നിത്യനിദ്രയിലായിരിക്കുമ്പോഴും ബ്രൂസ് ലീ ഹോങ്കോങ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ബ്രൂസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭ്രമാത്കഥയും യാഥാർത്ഥ്യവും കൂട്ടിക്കലർത്തി നിരവധി കെട്ടുകഥകൾ പ്രചരിച്ചു. ബ്രൂസിനെ ശത്രുക്കൾ വിഷം നൽകി കൊലപ്പെടുത്തിയതാണെന്നും അതല്ല ദുഷ്ടാത്മാക്കൾ ബ്രൂസിന്റെ ജീവൻ കവർന്നതാണെന്നും ആളുകൾ പറഞ്ഞു നടന്നു. ഒടുവിൽ സെപ്റ്റംബർ 3 ബ്രൂസ് ലീയുടെ മരണകാരണം കണ്ടെത്താൻ ഹോങ്കോങ് ഗവൺമെന്റ് ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചു. പുറമെ ക്ഷതങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും ബ്രൂസിന്റെ വയറ്റിൽ മയക്കുമരുന്നിന്റെയും ഇക്വാജസിക് മരുന്നിന്റെയും സാന്നിധ്യം കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിച്ചു. ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ മയക്കുമരുന്നല്ല, ഇക്വാജസിക്കിലെ ഘടകപദാർത്ഥങ്ങളോട് ബ്രൂസിന്റെ ശരീരം പൊടുന്നനെ പ്രതികരിച്ചതാണ് മരണത്തിന് കാരണമായത് എന്നവർ പറഞ്ഞു. അന്വേഷണ സംഘത്തിനും വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താനായില്ല. ഇന്നും ബ്രൂസ് ലീയുടെ മരണകാരണം ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു.